ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനുണ്ട്, കമ്പനി ലൈനർ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ ടൈലൈറ്റ് വരുന്ന ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് ഒരു പോയിൻറ്റ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ബൾബിൽ തന്നെയാണ് 2 പോയിൻറ്റും വരാം, ടെയിലിൻ്റെയും പാർക്കിൻ്റെയും. അപ്പോൾ നമുക്ക് ബൾബ് മാറ്റിയിടണം. ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് ലൂസ് കോൺടാക്റ്റ് പോലെ ഇടയ്ക്ക് തെളിയില്ലാന്ന് അങ്ങനെ എന്തോ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റേ ചെറുതായിട്ടൊരു ഷേക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ താമസിച്ചാണ്ട് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം ഓടാം, പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പശ വെച്ച് ഒട്ടിക്കാതിരിക്കുക. പിന്നെ നമുക്കതിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാർബറേറ്ററിൻ്റെ ആയാലും ട്യൂണിങ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ വീൽ ബെയറിങ് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു ചെറിയ അടി ഷെയ്ക്ക് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ എന്തെങ്കിലും എടുക്കില്ല, അപ്പോൾ കൈയോടെ അത് മാറ്റി പോകണമാണ് നല്ലത്. തന്നെയല്ല അത് അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഷെയ്ക്ക് വന്നാൽ നമുക്ക് ഈ ബ്രേക്ക് പാഡിൻ്റെ ലൈഫിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ അത് മാറ്റിയിടാം. ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. കാലിപ്പറിൻ്റെ, അതായത് കാലിപ്പർ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് യൂണിറ്റാണ്, അതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. അതിൻ്റെ ഈ റബ്ബർ ബഡ്ജായി പോയിട്ടുണ്ട്, ശരിക്കും ഒരു വികാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നോക്കിയായിരുന്നു, ഓയിൽ കിലോമീറ്റർ ആയിട്ടില്ല, നല്ല ഓയിലാണ്, മാറേണ്ട ഒരു ടൈം ആയിട്ടില്ല. തൽക്കാലം ഓയിൽ അത് തന്നെ മതി. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ആമറോണാണ്. നമ്മളത് ചെക്ക് ചെയ്യുമ്പോഴായാലും വോൾട്ടൊക്കെ 12.7 കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ, വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചോളൂ. ഓക്കെ.